കാനഡയിലെ മോസ്റ്റ് പോപ്പുലറും ഇവരുടെ ട്രഡീഷണൽ ഫുഡുമായിട്ടുള്ള പുട്ടിനെ കുറിച്ചായാലോ ഇന്നത്തെ ടോക്ക്. ഞാനപ്പോൾ ഈ ഈവനിങ്ങിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഇൻറ്റീരിയറിലെ കാര്യങ്ങളും മ്യൂസിക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ ഒരുപാട് ഡിഷസ് അല്ലെങ്കിൽ മെനൂസ് കാര്യങ്ങളുണ്ട്. എന്നാൽ കൂടി ആസ് യൂഷ്വൽ ഞാൻ ഓർഡർ ചെയ്തത് ഷാഹി പനീർ പുട്ടീനാണ്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനേഡിയൻസിൻ്റെ ട്രഡീഷണൽ ഫുഡാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ ക്യൂബക്കിലാണ്. ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസേ വരുന്നുള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ്, ചീസ് കട്ട്സ്, പിന്നെ പുട്ടീൻ ഗ്രേവി. അപ്പം ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലായിട്ട് ചീസ് കട്ട്സ് ഇടും. അതിൻ്റെ മുകളിലായിട്ട് നല്ല ചൂടായിട്ടുള്ള പുട്ടീൻ ഗ്രേവി കൂടി ഒഴിക്കുമ്പോഴത്തേക്കും ഈ ചീസ് കട്ട്സ് മെൽറ്റ് ആകും. ദെൻ നമ്മൾ കഴിക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ ഇതാണ് ഇവിടുത്തെ പോപ്പുലർ എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് ഒതൻറ്റിക് പുട്ടീൻ എന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഷാഹി പനീർ പുട്ടീന്. ഇത് കൂടാതെ നോൺ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടൊക്കെ ചിക്കൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഷവർമ പുട്ടീനുണ്ട്, അതേപോലെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, ബഫലോ ചിക്കൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് പുട്ടീന്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. നമുക്ക് പുട്ടിൻ ഗ്രേവിയൊക്കെ ഇപ്പോൾ ഷോപ്സിൽ അവൈലബിൾ ആണ് മേടിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ പുട്ടിൻ ഗ്രേവി മേടിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസും ചീസ് കട്ട്സും വെച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അടിപൊളിയാണ്, ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് മേളിലായിട്ട് കുറച്ചൊരു ഗാർലിക് സോസും കൂടി ഇട്ട് കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.